ഹലോ. അപ്പം ഞാൻ ദേ സ്കൂളിൽ നിന്ന് വന്നിട്ട് അമ്പലത്തിൽ പോകാനുള്ള പരിപാടി കേട്ടോ. നല്ല അടിപൊളി മഴ കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴയായിരുന്നു എന്നല്ല കേട്ടോ, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇന്ന് അവിടെ നമ്മുടെ ശിവൻ്റെ അമ്പലത്തിൽ പൂജയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായതാണ്. നല്ല മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴ. പിന്നെ എനിക്ക് ചെറുതായിട്ട് പനിയുണ്ടായിരുന്നു. അപ്പം എന്തായാലും പോകണമെന്ന് ആഗ്രഹിച്ചല്ലേ പോകാമെന്ന് കരുതി റെഡി ആയതാ കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ മഴ. അപ്പോൾ നാട്ടിൽ മഴയാന്ന് തോന്നുന്നല്ലേ. അപ്പം ഞാൻ വേണ്ടേ നന്ദമോളുടെ കുടയാട്ടോ. ഈ കുട ഒടിഞ്ഞൊരു പരുവായിരിക്കുന്ന കുടയാണ്. അപ്പം അതുകൊണ്ട് ചേച്ചിയുടെ വീട്ടിൽ വന്ന് അവിടെ നിന്ന് കുട എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് വന്നു. അപ്പം ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഇനി മുകളിലോട്ട് കയറാനുള്ളൊരു ആരോഗ്യമില്ല. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അളിയൻ കുട കൊണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കുട മാറി, പിങ്ക് കളറിൽ നിന്ന് ഡാർക്ക് പിങ്കിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഇതാട്ടോ അമ്പലം. അങ്ങനെ ഓട്ടോയിൽ കയറി ഞാൻ അവിടെ ഇറങ്ങി, അതൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതാ നമ്മൾ മുന്നേ വന്നിട്ടുള്ള അമ്പലം കേട്ടോ. പക്ഷേ അപ്പോൾ ഇവിടെ കുറച്ച് വിജനമായിട്ടാണ് കിടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് ശരിക്കും ആൾക്കാരൊക്കെ കാണുമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അമ്പലത്തിൽ ചെന്നപ്പോൾ കൊണ്ട് വേണ്ട ആരുമില്ലെന്ന് പറഞ്ഞാൽ ആരുമില്ല. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അമ്പലങ്ങൾ വൈകുന്നേരങ്ങളിൽ തുറക്കില്ല. നമ്മുടെ നാട്ടിലെ രീതിയല്ല കേട്ടോ, നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ കൂടുതലും എല്ലാവരും അമ്പലത്തിൽ രാവിലെയാണ് പോകുന്നത്. അപ്പം ഈ അഭിഷേകം ചെയ്യുന്നവരും അങ്ങനെയുള്ളവരൊക്കെ പിന്നെ മീനും ഇറച്ചിയൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അതൊന്നും കഴിച്ചതിന് ശേഷം അവർ അമ്പലത്തിൽ കയറത്തില്ല. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും രാവിലെയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു പണി കിട്ടി. ഞാൻ ചെന്നപ്പോൾ അവിടെ അമ്പലം പോലും തുറന്നില്ല. പിന്നെ കുറേ നേരം നിന്നു.